എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെയാണല്ലോ നമ്മുടെ ഹിസ്റ്ററിയുടെ ആദ്യത്തെ +2 ഇംപ്രൂവ്മെൻറ്റ് എക്സാം വരുന്നത്. അപ്പോൾ അതിന് എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എസ്സേ ചോദ്യങ്ങളുടെ വീഡിയോസും മാപ്പ്, ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡഡ് ആണ്. അതെല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് അതൊന്ന് കയറി നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ മാപ്പും ക്രൊണോളജിയും ഒക്കെ അതിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 1 വേർഡ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് പറയാൻ പോകുന്നൊരു കാര്യം 2021 മുതൽ 2025 വരെ എസ്സേക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് PYQസിലൂടെ ഒന്ന് നമുക്ക് എക്സാമിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ. ഓക്കെ, നമ്മൾ ഓൾറെഡി എസ്സേയുടെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോട്ടലി നമ്മൾ പറയുന്നൊരു ടൈപ്പ് ഓഫ് വീഡിയോ ഒക്കെ. പക്ഷേ ഇവിടെ നമുക്ക് PYQs കൂടി നമുക്കിപ്പോൾ PYQs ഒക്കെ നോക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നോക്കിയ 2021 നമുക്ക് ചോദിച്ചിട്ടുള്ളത് ബ്രിങ് ഔട്ട് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് അർബനിസം ഇൻ മോഹൻജദാരോ. മോഹൻജദാരോയിലുള്ള അർബനിസത്തെ പറ്റിയിട്ട് എഴുതാനാണ്. ദാറ്റ് ഈസ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എസ്സേ ഉണ്ടല്ലോ, അത് തന്നെയാണ്. അതിനകത്ത് ലോവർ ടൗണും സിറ്റാഡിലും ഡ്രൈനേജ് സിസ്റ്റവും ഒക്കെ നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി കൊടുക്കുക. ഓക്കെ, 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഇവാലുവേറ്റ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദ മൗര്യൻസ്. ഓക്കെ, മൗര്യൻ എംപയറിനെ പറ്റിയിട്ടുള്ള ഒരു എസ്സേ ആണ്. സോഴ്സസും പൊളിറ്റിക്കൽ സെൻറ്റേഴ്സും മിലിറ്ററി റൂൾ, അശോകൻ്റെ ദമ്മേനെ പറ്റിയിട്ടൊക്കെ നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതുണ്ട്. പിന്നെ വരുന്നത് ഫ്യൂച്ചേഴ്സ് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ഇബൻ ബത്തൂത്ത. അപ്പോൾ ഇബ്നു ബത്തൂത്തൻ്റെ കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ എന്താണ്, ഗ്ലോബ് ട്രോട്ടർ എന്നാണ് അറിയപ്പെടുക. പിന്നെ അദ്ദേഹം കോക്കനട്ടിനെ പറ്റിയിട്ടും പാനിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയാസ്, പിന്നെ ഇന്ത്യൻ സിറ്റീസ്, ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ചിട്ട് ഇബ്നു ബത്തൂത്ത പറഞ്ഞ ആശയങ്ങൾ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. എസ്സേക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു എസ്സേ ആണ്. അതിനകത്ത് ഏർലി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഗാന്ധിജി നടത്തിയ ആദ്യകാല സത്യാഗ്രഹങ്ങളാണ്. നമ്മുടെ ചമ്പാരൻ, അഹമ്മദാബാദ്, കേദയൊക്കെ, ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും, സാൾട്ട് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഹിൻസായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 8 മാർക്കിന് കണക്കാക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ മലയാളം മീഡിയത്തിൽ പറയുമ്പോൾ മോഹൻജദാരോയിലെ നാഗരികതയുടെ പറ്റിയിട്ട് എസ്സേ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൗര്യന്മാരുടെ ഭരണ സമ്പ്രദായത്തെ പറ്റിയിട്ട് ഹിൻസൊക്കെ വായിച്ചു നോക്കുക കേട്ടോ, സൂചനകളെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് മാത്രം നമ്മളവിടെ എഴുതിയാൽ മതിയാവും. പിന്നെ മധ്യകാല ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള ഇബ്നു ബത്തൂത്തയുടെ വിവരങ്ങൾ. ഓക്കെ, ആദ്യകാല ആഗോള സഞ്ചാരി എന്നറിയപ്പെടുന്നു. നാളികേരത്തെ പറ്റി, വെറ്റിലേനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ നഗരങ്ങളെ പറ്റി പറഞ്ഞ കാര്യം, വാർത്താവിനിമയ മേഖലയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മളവിടെ എഴുതേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഗാന്ധിജിയുടെ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ആദ്യകാല പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ചമ്പാരൻ, കേദ, അഹമ്മദാബാദ് നടത്തിയ ആ സ്ഥലങ്ങളിലൊക്കെ നടത്തിയ സമരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഇതൊക്കെ നമ്മളവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ച്വലി നമുക്ക് എവിടെ ഇപ്പോൾ 4 ചോദ്യങ്ങൾ കാണും. പക്ഷെ നമുക്ക് എങ്ങനെയാണ് വരിക, 3 ചോദ്യങ്ങൾ തന്നിട്ട് ഏതെങ്കിലും 2 ചോദ്യങ്ങളാണ് എഴുതാനായിട്ട് ചോദിക്കുന്നത് 8 മാർക്കിന്. ഇത് 2021 എന്ന് പറയുമ്പോൾ കോവിഡ് ടൈം ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇവർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോയ്സ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കപ്പോൾ എന്തായാലും ഇനി അടുത്ത ചോദ്യ പേപ്പർ നോക്കാം. അടുത്തിനി 2022 ഇംപ്രൂവ്മെൻറ്റ് ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അതിലെ എസ്സേയുടെ സെക്ഷനാണ് നോക്കുക. ഓക്കെ, ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇവാലുവേറ്റ് ദ ടൗൺ പ്ലാനിങ് ഓഫ് ദ ഹാരപ്പൻ പീപ്പിൾ. എഗെയിൻ അത് നേരത്തെ കണ്ട ചോദ്യം പോലെ തന്നെയാണല്ലേ. സിറ്റാഡൽ, ലോവർ ടൗൺ ഡ്രെയിനേജ് സിസ്റ്റം, ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, ഗ്രേറ്റ് ബത്ത്, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വരും. അടുത്ത് എവിടെ ചോദിച്ചിട്ടുള്ളത് അൽബിറുണി ആൻഡ് ഇബൻ ബത്തൂത്ത. ഓക്കെ, രണ്ടുപേരുടെ ഒബ്സർവേഷൻസിനെ പറ്റിയിട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അൽബിറുണി ആൻഡ് അദ്ദേഹത്തിൻ്റെ ബുക്കാണ് കിതാബ് അൽ ഹിന്ദ്. അതുപോലെ അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നെ ഇബ്നു ബത്തൂത്തൻ്റെ ബുക്കാണ് റിഹ്ല, അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതുക. ആൻഡ് ഇന്ത്യൻ സിറ്റീസും പോസ്റ്റൽ സിസ്റ്റം. ആക്ച്വലി നമ്മൾ നേരത്തെയും കണ്ടു ഇബൻ ബത്തൂത്തയുടെ ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ചുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ ചോദിച്ചിട്ട്. അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് കണ്ടില്ലായിരുന്നു, അതാണ് ഇവിടെ പോസ്റ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണല്ലോ. ഇനി അടുത്ത റോൾ ഓഫ് മഹാത്മാഗാന്ധി, അതിൽ എവിടെയും എഗെയിൻ ചോദിച്ചിട്ടുണ്ട് ഏർലി സത്യാഗ്രഹ സ്ട്രഗിൾസും, നോൺ കോപ്പറേഷനും, സാൾട്ട് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ നമുക്ക് നോക്കാം. ഹാരപ്പൻ ജനതയുടെ നഗരാസൂത്രണം വിലയിരുത്തുക. ആൻഡ് അൽബിറുണിയെ പറ്റിയിട്ട്, ഇബ്നു ബത്തൂത്തയെ പറ്റിയിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, ആ സൂചനകൾ നോക്കി അതിനകത്തുള്ള
എന്നുള്ള അവർ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് വിവരിക്കുക, അല്ലേ, ആദ്യകാല സമരങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2022 നമുക്ക് സേ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആ ഒരു റെപ്പറ്റീഷനായിട്ട് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ മനസ്സിലാക്കുക, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളിപ്പോഴും പഠിക്കേണ്ടതാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് വരുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഇതിൽ 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എവിടെ ഡിസ്ക്രൈബ് ദ മുഗൾ ക്രോണിക്കിൾസ് ബേസ്ഡ് ഓൺ ദ ഫോളോവിങ്. ഓക്കെ, മുഗൾ ക്രോണിക്കിൾസിനെ പറ്റിയിട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ക്രോണിക്കിൾസ്, അതായത് ആ ഒരു ക്രോണിക്കിൾസിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. പിന്നെ അക്ബർ നാമനെ പറ്റിയിട്ടും ബാദുഷാ നാമനെ പറ്റിയിട്ടും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ക്രോണിക്കിൾസ് റിലേറ്റഡ് ആയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് മേ ബി നമ്മുടെ ഈ ഒരു ക്രോണിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ചാപ്റ്റർ അഡീഷണൽ ടെക്സ്റ്റിലെ ചാപ്റ്റർ ആണല്ലോ നമുക്ക് ഇപ്പോഴത്തെ സിലബസ് പ്രകാരം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ അങ്ങനെ ഈ ഒരു പുതിയ ടെക്സ്റ്റ് വന്നതിന് ശേഷം അങ്ങനെ വരാറില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പഴയ ടെക്സ്റ്റിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യം ആയിരിക്കാം. ഓക്കെ, കാരണം നമുക്ക് അക്ബർനാമ ബാദുഷാ നാമയൊക്കെ വളരെ കുറച്ചായിട്ടല്ലേ പഠിക്കാനുള്ളൂ, അല്ലേ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്നില്ല. അതുമല്ല ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ആക്ച്വലി ചോദിക്കുന്നത് ഏറ്റവും ലാസ്റ്റത്തെ ഒരു ടോപ്പിക്കാണ്, മുഗളന്മാരുടെ സംഭാവനകളെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് 8 മാർക്കിന് വരുമ്പോൾ. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ദ മോസ്റ്റ് യൂണിക് ഫ്യൂച്ചർ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാൻഡ് അർബൻ സെൻറ്റേഴ്സ് ഇവാലുവേറ്റ് അഗെയിൻ സിറ്റാഡൽ ഓവർ ടൗൺ. പിന്നെ ലേയിങ് ഔട്ട് ഡ്രെയിൻസ് ഗ്രേറ്റ് ബാത്ത് കണ്ടോ. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ റിലേറ്റഡ് ആയിട്ട് ഉറപ്പായിട്ട് ഒരു ദിവസം ചോദിക്കുക എന്നുള്ളത് ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ ചാപ്റ്ററിൽ നിന്നും. ഓക്കെ, എവിടെയും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റും ചോദിച്ചിട്ടുണ്ട്. സിവിൽ ഡിസോബീഡിയൻസ് എന്ന് പറയുമ്പോൾ സോൾട്ട് സത്യാഗ്രഹ ആ കാര്യമൊക്കെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യ പേപ്പറിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്ക് നോക്കി നോക്കാം. എവിടെ വൈ ഇസ് മോഹൻജദാരോ കൺസിഡർഡ് ആസ് എ പ്ലാൻഡ് അർബൻ സെൻറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സിറ്റാഡൽ ഓവർ ടൗൺ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ ഡ്രൈനേജ് ഗ്രേറ്റ് ബാത്ത് കറക്റ്റ്. അതുപോലെ തന്നെ എല്ലാ ഹിൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അടുത്ത് എസ് എ ഓൺ ഇബനു ബത്തൂത്ത ബേസ്ഡ് ഓൺ ദ ഫോളോ, അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫും പൃഹ്ല എന്ന് പറയുന്നതിൻ്റെ ബുക്കും ഇന്ത്യൻ സിറ്റീസിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും. അപ്പം ഇബൻ ബത്തൂത്ത ഇവിടെ എസ് എക്ക് ചോദിച്ചു. ഇനി അടുത്ത റോൾ ഓഫ് മഹാത്മാഗാന്ധി നാഷണൽ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ, നോൺ കോപ്പറേഷൻ, സോൾട്ട്, ക്വിറ്റ് ഇന്ത്യ. ഓക്കെ, കണ്ടോ, കറക്റ്റ് റെപ്പിറ്റേഷനാണ്. അപ്പോൾ ഇത് 2024 ചോദ്യ പേപ്പറാണ്. സോ അപ്പോൾ ഇതൊക്കെ ഇനി ആരെങ്കിലും പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി പഠിച്ച് വെക്കുക കേട്ടോ, കാരണം കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ദെൻ മലയാളത്തിൽ നമ്മൾ നോക്കുമ്പോൾ മോഹൻജദാരെ ഒരു ആസൂത്രിത നഗരമായി കാണുന്നത് എന്തുകൊണ്ടാണ്, ആ സൂചനകൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെച്ചാൽ മതി. ഇനി ചുവടെ നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇബൻ ബത്തൂത്തനെ കുറിച്ചിട്ടുള്ള ഒരു ഉപന്യാസം തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതവും ഋഹ്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ ബുക്കിനെ പറ്റിയും ഇന്ത്യൻ നഗരങ്ങളെ പറ്റി ഇബൻ ബത്തൂത്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയാണ് അവിടെ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക്, അതിനകത്ത് നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൂചനകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം വെച്ച് നമ്മളവിടെ എഴുതിയാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ അല്ലാണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് എഴുതുന്നതിൽ വേറെ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ അവിടെ പറഞ്ഞിട്ടുള്ള അവർ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ടും കറക്റ്റായിട്ട് ആൻസർ ചെയ്യുകയും വേണം. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് വരുന്നത് 2025, അതായത് കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്ക് നോക്കാം. ഞാനിത് ആ ഒരു ഇയർ കൂടി കാണിച്ചു തന്നാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏതൊക്കെ ഇയറിൽ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. കാരണം നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തതിനെ വരുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് തോന്നിയാലോ ഞാൻ ഒരേ ഇത് തന്നെയാണോ കാണിക്കുന്നത്, അതുകൊണ്ടാണ് ആ ഇയർ കൂടി കാണിച്ചിരുന്നത് കേട്ടോ. ഓക്കെ, സോ ഇവിടെ എക്സ്പ്ലെയിൻ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ദ ടൗൺ പ്ലാനിങ് ഇൻ മോഹൻജദാരോ. ഓക്കെ, അതായത് മോഹൻജദാരോയിലെ നഗരാസൂത്രണത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. നമ്മൾ ഓൾറെഡി കണ്ട ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ നമ്മളിപ്പോൾ നോക്കി ആ 2021 മുതൽ കഴിഞ്ഞ കൊല്ലം വരെയും അതുപോലെ ഒരു റിപ്പീറ്റ് ചെയ്ത് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പഠിച്ച് വെക്കുക കേട്ടോ. ഹാരപ്പൻ സിവിലൈസേഷൻ ആരെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഓടിച്ചെന്ന് പഠിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ റിവോൾട്ട് ഓഫ് 1857. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പേപ്പറിലൊന്നും കാണാതെ എന്നാൽ കഴിഞ്ഞ കൊല്ലം മാത്രമാണ് ഈ ഒരു
ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും 857 റിവോൾട്ടിനെ പറ്റി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് നമ്മുടെ അല്ലാത്ത പബ്ലിക് എക്സാമിനൊക്കെ അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ എസ്ഐക്ക്. അപ്പം 857 റിവോൾട്ടിൽ റൂമേഴ്സ് ആൻഡ് പ്രോഫസീസിനെ പറ്റിയിട്ടും പ്രധാന ലീഡേഴ്സും അവരുടെ സെൻറ്റേഴ്സിനെ പറ്റിയിട്ടുമാണ് എഴുതാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 857 റിവോൾട്ട് നിങ്ങൾ എന്തായാലും എസ്ഐക്ക് തന്നെ കണക്കാക്കി പഠിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, അല്ലാണ്ടും ജനറലി നമുക്കതൊരു എസ്ഐ ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ മഹാത്മാഗാന്ധിയുടെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എവിടെ ചോദിച്ചിട്ടുള്ളത്. ലാഹോർ കോൺഗ്രസിനെ പറ്റിയിട്ടും സോൾട്ട് സത്യാഗ്രഹനെ പറ്റിയിട്ടും റൗണ്ട് ടേബിൾ കോൺഫറൻസസിനെ പറ്റിയിട്ടും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ തവണ ചോദിച്ചിരിക്കുന്നത് കുറച്ച് എന്താണ് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ 2024 വരെ മഹാത്മാഗാന്ധിയുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത് എന്നതായിരുന്നു, ഏർലി സ്ട്രഗിൾസും, ക്വിറ്റ് ഇന്ത്യ, സോൾട്ട്, നോൺ കോപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എവിടെ ഇപ്പോൾ ലാഹോർ കോൺഗ്രസിനെ പറ്റിയിട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോൾട്ട് സത്യാഗ്രഹം നേരത്തെ കണ്ടതാണ്. പിന്നെ റൗണ്ട് ടേബിൾ കോൺഫറൻസസിനെ പറ്റിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ കൊല്ലമായപ്പോൾ ചെറിയൊരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അപ്പം ഈ ചോദിച്ചിട്ടുള്ള ചേഞ്ചസ് അനുസരിച്ച് തന്നെ നമ്മൾ പഠിച്ച് വെക്കുക. ഓക്കെ, മലയാളത്തിൽ പറയുമ്പോൾ 1857 കലാപത്തെക്കുറിച്ചിട്ട് ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പരിഗണിക്കേണ്ട മേഖലകൾ കൊടുത്തിട്ടുണ്ട്. കിംവദന്തികളും പ്രവചനങ്ങളും നേതാക്കളും കേന്ദ്രങ്ങളും. ഓക്കെ, അതനുസരിച്ചാണ് നമ്മളവിടെ എസ് എഴുതേണ്ടത്. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്കിനെ പറ്റിയിട്ട് എഴുതാൻ ഇവിടെ ലാഹോർ സമ്മേളനം, ഉപ്പ് സത്യാഗ്രഹം, വട്ടമേശ സമ്മേളനങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും 2024 വരെ ചോദിച്ചതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം കഴിഞ്ഞ കൊല്ലം ഇവിടെ എന്താണ് ചോദിച്ചിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ ഗാന്ധിജിയുടെ ഇത് ചോദിക്കുകയാണെങ്കിൽ നേരത്തെയൊക്കെ എന്താണ് ആദ്യകാല സമരങ്ങൾ, നിസ്സഹരണ പ്രസ്ഥാനം, പിന്നെ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, അങ്ങനെയല്ലേ ചോദിച്ചത്. പക്ഷേ ഇവിടെ ലാഹോർ സമ്മേളനവും വട്ടമേശ സമ്മേളനങ്ങളും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ച് വെക്കുക. ഓക്കെ, മേ ബി ചിലപ്പോൾ ഇത്തവണ വരുമ്പോഴും ഇതുപോലത്തെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടായിരിക്കാം മേ ബി ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിക്ക് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് പോകാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓൾറെഡി നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ കുറേ വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കാരണമാണ് എന്താണ് ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഇപ്പോൾ ചെയ്യാത്തത് കേട്ടോ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട്. കാരണം ആ പ്ലേലിസ്റ്റിൽ തന്നെ ഇപ്പോൾ നമ്മൾ ക്രൊണോളജി ആയിക്കോട്ടെ, മാപ്പ് ആയിക്കോട്ടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കയറി നോക്കുക. നേരത്തെയും കുറേ കുട്ടികളൊക്കെ മാപ്പിൻ്റെ വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ആ ഒരു പ്ലേലിസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ള വീഡിയോസ് എന്ത് ചെയ്യുക, കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോകരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.